ഇത് വിഷമുള്ള ചിലന്തി വർഗത്തിൽപ്പെട്ട എറുപുലി, എട്ടുകാലി, എറുമാപ്പുലി എന്നൊക്കെ പറയപ്പെടുന്ന വിഷമുള്ള ചിലന്തി വർഗത്തിൽപ്പെട്ട ജീവിയാണ്. ഇവ കടിക്കും. ഇങ്ങനെ മുൻഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ കൊമ്പ് കൊണ്ട് പിടിച്ചിട്ട് തേളുകൊത്തുന്ന പോലെ അല്ലെങ്കിൽ കടിക്കുകയാണ് ചെയ്യുന്നത്. കടിച്ച് പറിക്കും. കടിച്ചു കഴിഞ്ഞാൽ അവിടെ കറുത്ത് കിടക്കും, കറുത്ത രക്തം വരും, കടുത്തനമായ കട്ടുകിഴപ്പ്, വേദന ഇതൊക്കെ ഉണ്ടാകും. കടി ഇവയിൽ തന്നെ ചിലന്തി വർഗത്തിൽപ്പെട്ട ഉമാപ്പുലി വർഗത്തിൽപ്പെട്ട എട്ടുകാലികളല്ല, ഇവ വേറൊരു അതിൽ തന്നെ ഉപവിഭാഗമാണ്. ഇവയിൽ ചുമന്നവയും വലിയ വലിപ്പം കൂടിയവയും ഉണ്ട്. അവ കൂടുതലായിട്ട് രോമങ്ങൾക്കുള്ള ഇതാണ്. ഒരു തേങ്ങ മുറിച്ച് വെച്ച വലിപ്പത്തിലൊക്കെ ഉള്ളതിനെയൊക്കെ തമിഴ്നാട്ടിലും പ്രദേശങ്ങളിലൊക്കെ കാണാം. അവ നമ്മളെ ചാടി വന്ന് ആക്രമിക്കുകയും കടിക്കുകയൊക്കെ ചെയ്യും. ഇതിൽ വിഷം കുറച്ച് കുറവുള്ളവയാണ്. എന്നാലും നമുക്ക് കട്ടുകിഴപ്പും വേദനയും ഞരമ്പുകൾ വലിച്ചു കൂട്ടുക ഒക്കെ ചെയ്യും. ഇത് തന്നെ വിഷത്തിൻ്റെ ലക്ഷണം പല വിഭാഗത്തിലുണ്ട്. പഴുത്ത് പൊട്ടുന്നത് ഒരു വിഭാഗമുണ്ട്. ഞരമ്പുകളെ ബാധിച്ച് ഞരമ്പുകൾ വലിച്ചു കൂട്ടുന്നവയുണ്ട്. ഇവ കടിയേറ്റ് കഴിഞ്ഞാൽ ഉടനെ ചന്ദനവും മഞ്ഞളും തുളസിയും കൂടെ അരച്ചിടാം. ചന്ദനം, മഞ്ഞൾ, തുളസി, നീലയമരി, ഈശ്വരമൂലി ഇവ അരച്ചിടാം. ചന്ദനവും നറുനെല്ലിക്കിഴങ്ങും മഞ്ഞളും കൂടെ അരച്ചിടാം. ഇവയ്ക്ക് നീലയമരി പാലിൽ കുടിക്കാം. നീലയമരിയിൽ വില്വാദി ഗുളിക നീലയമരി നീറ്റിൽ അരച്ച് കുടിക്കാം. വില്വാദി ഗുളിക ഇതിനൊക്കെ പ്രധാനമാണ്. വിഷത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഇത്തരം എറുപുലി വർഗത്തെ നമ്മൾ ഇരുണ്ട പ്രദേശങ്ങളിലും ഇരുട്ടുള്ളിടത്തും ഒക്കെ വസിച്ചിട്ട് രാത്രികളിൽ തീറ്റ തേടി പുറത്തിറങ്ങും. ചെറിയ പാറ്റകളെയൊക്കെ പിടിച്ച് തിന്നും. ഇപ്പോൾ കടിച്ചാൽ ഉടനെ വേദന കൂടുതലുണ്ടെങ്കിൽ തണുത്ത വെള്ളം കൊണ്ടോ ഇല്ലെങ്കിൽ ചന്ദനവും മഞ്ഞളും നറുനെല്ലിക്കിഴങ്ങും കൂടെ അരച്ച് കലക്കിയ വെള്ളം കൊണ്ടോ ധാര കോരാവുന്നതാണ്. ആദ്യം നമ്മൾ അവരുടെ കടിയേറ്റാൽ ഉടനെ രക്തം അവിടുന്ന് കടിയേറ്റ് മുറിവാകുന്ന രക്തം ഞെക്കിക്കളഞ്ഞ് നല്ലപോലെ ശുദ്ധജലത്തിൽ കൊണ്ട് കഴുകി ശുദ്ധജലം കൊണ്ട് ധാര കോരിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ വിഷം ഉള്ളിലോട്ട് കടന്നു ചെന്ന് കട്ടുകിഴപ്പും വേദനയും കൂടാതെ നോക്കുന്നതാണ്. ഇത് പാരമ്പര്യമായിട്ട് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെയ്യാവുന്ന ചികിത്സയാണ്. പക്ഷേ ഇത് നമ്മൾ എറുപുലി വിഷത്തിന് മരുന്നായിട്ട് സ്വയം ചികിത്സിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട. കട്ടുകിഴപ്പും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞരമ്പുകളൊക്കെ വലിച്ചു പോവുകയൊക്കെ ചെയ്യും. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ വിഷചികിത്സകരോ ഇല്ലെങ്കിൽ ഡോക്ടർമാരോ അവരുടെ മേൽനോട്ടത്തിൽ ചികിത്സ നടത്തുന്നതായിരിക്കും ഉത്തമം.